ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ വീട്ടിലെ എൻ്റെ നോമ്പുതുറ വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, ഞാൻ ആദ്യം തന്നെ പുറത്തേക്ക് പോവാണ്. ഗൈസ്, അപ്പോൾ ഞാൻ പുറത്തേക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഫാമിലി സൂപ്പർ മാർക്കറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മളെ നാടിൻ്റെ അടുത്തായിട്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ സാധനം വാങ്ങാൻ വേണ്ടി പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഉമ്മാന്റെ വീട്ടിലേക്കാണ്. കാരണം അനിയൻ ഇന്നലെ അവിടെയായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് തുറവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അനിയൻ അവിടെ നിന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അവനെ പോയി കൊണ്ടുവരണം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇതാക്കണ് ഉമ്മാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഗായ്സ്, അങ്ങനെ ഞാൻ ഇതാക്കണ് ഉമ്മാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ളിലേക്ക് പോയി നോക്കാം, അവര് ഒരുങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോയി നോക്കാട്ടോ. അങ്ങനെ ഞാൻ ഇതാക്കണ് ഉള്ളിലെത്തിയപ്പോൾ ഇവര് ഒരുങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവര് എന്ന് പറയുമ്പോൾ അനിയന്റെ കൂടെ ഉമ്മാന്റെ ഉമ്മയും പോരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ ഒരുങ്ങലൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാക്കണ് വണ്ടിയിൽ വന്ന് ഇരുന്നിട്ടുണ്ട്. അപ്പോഴേക്കും അനിയൻ വന്നു. അങ്ങനെ അനിയൻ എന്തോ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിട്ടേൺ പോവാണ് കേട്ടോ അങ്ങോട്ടേക്ക് തന്നെ. അങ്ങനെ അനിയന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗായ്സ്, അങ്ങനെ ഷോപ്പിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി. എന്നിട്ട് നേരെ നമ്മൾ ഉമ്മാന്റെ വീട്ടിലേക്കാണ് പോയത്. അനിയനെയും അതേപോലെ വല്യമ്മാനെയും കൊണ്ടുവരാനുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ കൊണ്ട് വീട്ടിലേക്ക് വന്ന് പിന്നെ ഇന്നലെ എടുത്ത വീഡിയോസ് ഉണ്ടായിരുന്നു, അത് എഡിറ്റ് ചെയ്തു. അത് എഡിറ്റ് ചെയ്ത് മുഴുവനായിട്ടില്ല കേട്ടോ. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങി എണീറ്റ് ഇപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ കിച്ചണിലേക്ക് പോയി നോക്കാം. ഗായ്സ്, അങ്ങനെ ഞാൻ കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ ഇതാക്കണ് കുരുമുളക് പൊടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതാക്കണ് ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ഇതാക്കണ് ഫുഡ് ഇവിടെ വേവിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മന്തിയാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് വേവിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ ഇതാക്കണ് ബീഫ് വേവിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ചിക്കന് പൊരിച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പൊരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. തണ്ണിമത്തൻ കട്ട് ചെയ്യാണ്. അങ്ങനെ ഞാൻ ഇതാക്കണ് തണ്ണിമത്തൻ ഇങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ മുമ്പ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ചെറുതാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിന്റെ മുമ്പ് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പൊടി വെച്ചപ്പോൾ അറിയാതെ കുട്ടികൾ ഫാൻ ഇട്ടുകാണ്ട് ഇവിടെ പൊടിയായിട്ടുണ്ട് കേട്ടോ താഴെ. അപ്പോൾ അനിയൻ പറഞ്ഞു ഫ്രൂട്ട്സ് ഒന്ന് തണ്ണിമത്തനൊന്ന് കട്ട് ചെയ്ത് തന്നാൽ മതി, ഞാൻ ജ്യൂസ് അടിച്ചോളാം. അപ്പോൾ ഞാനിതാക്കണ്
തണ്ണിമത്തൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഏകദേശം കയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ഇതാക്കണ് ബീഫ് ഇതാക്കണ് ഇങ്ങനെ വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ബീഫിലേക്ക് ക്യാപ്സിക്കനും കാര്യങ്ങളൊക്കെ ഇട്ട് വയറ്റി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഫുഡ് വെക്കുന്നത് ഉപ്പയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ ഇങ്ങനെ ഇതാക്കണ് വയറ്റി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ ഇതാക്കണ് അനിയന് തണ്ണിമത്തൻ ജാറിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ, ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇവിടെ ഇതാക്കണ് ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അതും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇവിടെ ഇതാക്കണ് സമൂസക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാക്കണ് നമ്മൾ ബീഫ് വേവിക്കലൊക്കെ കഴിഞ്ഞ് ബീഫ് ഇതാക്കണ് ഫുഡിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബീഫ് മന്തിയാണ് കേട്ടോ. അപ്പോൾ ബീഫ് ഇതാക്കണ് നല്ലപോലെ സൈഡിലേക്കൊക്കെ ഇട്ടിങ്ങനെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ ഇതാക്കണ് അനിയന് ഇതാക്കണ് ജ്യൂസ് അടിക്കലൊക്കെ ഏകദേശം കയ്യാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ജ്യൂസ് അടിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ഇവിടെ ഇതാക്കണ് സമൂസക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇവിടെ ഇതാ പപ്പായ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പപ്പായത്തെ കുരു ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് പപ്പായാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യണം. അങ്ങനെ ഇവിടെ ഇതാക്കണ് നമ്മളെ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചത് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പാല്, പഞ്ചസാര, അതേപോലെ തണുത്ത വെള്ളം ആഡ് ചെയ്യാണ്ട്. ആദ്യം തന്നെ തണുത്ത വെള്ളമാണ് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പാല് പാരല് കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അങ്ങനെ പഞ്ചസാര ഇതാക്കണ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് അത്യാവശ്യം നല്ലോണം പഞ്ചസാര വേണം, എന്നാലേ മധുരം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതാക്കണ് ഇവിടെ ഇതാക്കണ് ഫുഡ് ഇതാക്കണ് ലോ ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ ഞാൻ വീടിൻ്റെ പുറത്തേക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ വീടിൻ്റെ മുൻഭാഗം കേട്ടോ. വീടിൻ്റെ മുമ്പിലൂടെ തന്നെയാണ് മെയിൻ റോഡ് പോകുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ഒരുപാട് തവണ ഈ ഒരു ഭാഗം കണ്ടക്കും. അങ്ങനെ ഞാനിതാക്കണ് വീടിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഇവിടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. അപ്പോഴേക്കും ഇവിടെ സമൂസ ഇങ്ങനെ ഓല ചുറ്റൽ ഏകദേശം കയ്യാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സമൂസ ഓല ചുറ്റലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളിത് പൊരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ഇതാക്കണ് മാങ്ങ ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണ് അടുപ്പത്ത് ഇതാക്കണ് സമൂസ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിയനാണ് കേട്ടോ പൊരിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി ഫ്രൂട്ട്സ് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് അടിപൊളിയാക്കാന്ന്. അങ്ങനെ ഞാനിതാക്കണ് ആദ്യം തന്നെ ഓറഞ്ചാണ് വെക്കുന്നത് കേട്ടോ. ഓറഞ്ച് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കയ്യിൽ ഫോണും ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കൈ കൊണ്ടാണ് ഞാനിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അങ്ങനെ ഫ്രൂട്ട്സ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഇതാക്കണ് പപ്പായ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് നേരെ സമൂസ എന്തായിന്ന് പോയി നോക്കാം. അങ്ങനെ സമൂസയുടെ അടുത്ത് വന്നപ്പോൾ ഇവിടെ ഇതാക്കണ് സമൂസ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പൊരിച്ച് കയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായി പൊരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഫ്രൂട്ട്സിൻ്റെ അടുത്തേക്ക് തന്നെ വരാം. അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഇതാക്കണ് വീട്ടുകാർ ഏകദേശം വെച്ച് കയ്യാറായിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് നല്ല അടിപൊളിയായി സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാക്കണ് നമ്മൾ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ പാത്രത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ ഇതാക്കണ് സമൂസ ഒക്കെ പൊരിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് നേരെ ഇതെല്ലാം ടേബിൾമ അങ്ങനെ കൊണ്ടുപോയി വെക്കാം. അങ്ങനെ ഇതാക്കണ് നമ്മൾ ടേബിൾമ ഇതാക്കണ് ഓരോന്നിങ്ങനെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ കാരക്ക കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, എണ്ണക്കടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാനിങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്താണ്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് തന്നെ പോവാം. അങ്ങനെ കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ ഇതാക്കണ് തണ്ണിമത്തൻ ജ്യൂസിൽ നേരെ ഐസും കട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം നേരെ ടേബിൾമ കൊണ്ടുപോയി വെക്കാം. അങ്ങനെ ഇതാക്കണ് ടേബിൾമ ഇതാക്കണ് നോമ്പുറക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സ്, എണ്ണക്കടി, കാരക്ക എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വിരുന്നുകാരൊക്കെ ഉണ്ട് കേട്ടോ.
അവര് കൈ കഴുകാൻ പോയതാണ്. ഏകദേശം ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി കിച്ചണിൽ പോയി നോക്കാം. അങ്ങനെ കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ ഇതാക്കണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്, അതുപോലെ ജ്യൂസുകൾ വെച്ചിട്ടുണ്ട്, കാരക്ക വെച്ചിട്ടുണ്ട്, അതേപോലെ ഒരു ഭാഗത്ത് എണ്ണക്കടി വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണക്കടി ഈ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല എന്ന് മാത്രം. ഒരു ഭാഗത്ത് എണ്ണക്കടി ഉണ്ട്. അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് ഏകദേശം പകുതി ആയപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ തന്നെ നേരെ ക്യാമറ ഓണാക്കി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതാക്കണിങ്ങനെ ഫ്രൂട്ട്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എണ്ണക്കടി ഇങ്ങനെ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എണ്ണക്കടി കഴിക്കണ്ടെന്ന് ഇങ്ങനെ കരുതും, പക്ഷെ എണ്ണക്കടി മുമ്പ് കാണുമ്പോൾ അങ്ങ് കഴിച്ചു പോകും കേട്ടോ. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ നിസ്കരിക്കാൻ വേണ്ടി പോയി. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ നേരെ കിച്ചണിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ ഇതാക്കണ് ചെമ്പ് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്പിന്ന് ഇങ്ങനെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചായയാണ് കേട്ടോ. അതുപോലെ ഇത് മയോണൈസാണ്. അങ്ങനെ ചെമ്പിൽ നിന്ന് നേരെ ഫുഡ് പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി ബീഫാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഇതാക്കണ് പാത്രത്തിൽ നിന്ന് ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് നേരെ ഓരോന്നിങ്ങനെ ടേബിൾമ കൊണ്ടുപോയി വെക്കാം. അങ്ങനെ ഇതാക്കണ് നമ്മൾ ആദ്യം തന്നെ ഫുഡാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ. ആദ്യം നമ്മൾ ഫുഡാണ് കൊണ്ടുവന്ന് വെച്ചത്. അങ്ങനെ ഫുഡ് വെക്കൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്തു, പാത്രം വെക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുത്തിട്ടുണ്ട്. അങ്ങനെ പ്ലേറ്റ് ഇങ്ങനെ ഓരോരോ ഭാഗത്തേക്ക് ഞാൻ ഇതാക്കണിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്ലേറ്റ് വെക്കലൊക്കെ കഴിഞ്ഞ് പിന്നീട് വെക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതാക്കണ് ടേബിളുമ്മ ഇതാക്കണ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡ് വെച്ചിട്ടുണ്ട്, അതുപോലെ പത്തിരി വെച്ചിട്ടുണ്ട്, അതുപോലെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാക്കണ് ഒരു ഭാഗത്ത് ചിക്കൻ പൊരിച്ചതുണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ് ഇവിടെ ഓരോരുത്തർ ഇരിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ടേബിൾമേ. അങ്ങനെ അവർ ഇരിക്കലൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇതാക്കണ ഇവിടെ ഫുഡ് കഴിച്ച് ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതാക്കണ ഇങ്ങനെ മയോണൈസൊക്കെ ഒഴിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗായ്സ്, അങ്ങനെ നോമ്പ് തുറവിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ മാക്സിമം ഞാൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.